നമസ്കാരം. ശത്രുവിന്റെ കരണം പുകയ്ക്കുന്ന യുദ്ധത്തിന് മോദി തയ്യാറാണ്. ഇന്ത്യയുടെ ആ നീക്കത്തിൽ ലോകം വരെ ഞെട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. എന്താണ് അത്തരത്തിലുള്ള നീക്കം എന്നുള്ളതല്ലേ? ഇന്ത്യൻ സേനയെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു സംവിധാനം. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനവും വലിയ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഐഡാക്സ് എന്ന മോദിയുടെ 1500 കോടി രൂപയുടെ വിപ്ലവം ഇന്ത്യൻ സേനയെ അടിമുടി മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യം എന്ന് പറയപ്പെടുന്നതിൽ നിന്ന് ആയുധ കയറ്റുമതിയിലേക്ക് നമ്മൾ കുതിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശത്രുവിന്റെ കരണം പുകയ്ക്കുന്ന യുദ്ധോപകരണങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്. ഇത് കണ്ട് അന്ന് ലോകം ഞെട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന് പിന്നിൽ മോദിയുടെ ആസൂത്രിതമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു എന്ന് പലർക്കും അറിയില്ല. മോദിയുടെ വിദേശ യാത്രകളെ കുറ്റം പറഞ്ഞ കോൺഗ്രസ് മോദി എന്തൊക്കെയാണ് ഈ യാത്രയിൽ നിന്നും ഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ വളർച്ച മോദി വളരെ സസൂക്ഷ്മം പഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തുകൊണ്ട് ഭാരതത്തിനായിക്കൂടാ എന്ന് ചിന്തിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 1500 കോടി രൂപ ചെലവഴിച്ച് മോദി സർക്കാർ 2018 തുടങ്ങി വെച്ച ഐഡക്സ് എന്ന പദ്ധതി കഴിഞ്ഞ 7 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു നിശബ്ദ വിപ്ലവം തീർക്കുകയായിരുന്നു എന്നുള്ള സത്യം മറ്റു പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതായത് ഐഡക്സ് എന്ന് പറയപ്പെടുമ്പോൾ ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്നാണ്. ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം തീർത്തെടുക്കുന്നു. പ്രതിരോധ എയറോസ്പേസ് രംഗത്ത് ഇന്നൊവേഷനും ടെക്നോളജി വികസനവും ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ പദ്ധതിയായിരുന്നു ഈ ഐഡാക്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ഇന്ത്യക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, കാലത്തിന്റെ കുതിപ്പിനനുസരിച്ച് ലോകരാഷ്ട്രങ്ങളോട് മുട്ടാൻ പാകത്തിലുള്ള ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുക, ഇടനിലക്കാരന് ഭീമൻ കൈക്കൂലി കൊടുത്ത് ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വെറുതെ വാങ്ങിക്കൂട്ടാൻ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ വാങ്ങിക്കൂട്ടാതിരിക്കുക, പൂർണ്ണമായിട്ടും സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ മാത്രം വാങ്ങുക, ഏതൊരായുധവും വാങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കുക, താരതമ്യ പഠനം നടത്തുക, സ്വകാര്യ മേഖലയെ കൂടി ആയുധ നിർമ്മാണത്തിൽ പങ്കാളിയാക്കുക. ഇതൊക്കെയാണ് ഈ ഐഡക്സ് എന്ന് പറയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗം എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനായിട്ട് കേന്ദ്ര സർക്കാർ ചിലവിട്ടത് 1500 കോടി രൂപയാണ്. സ്റ്റാർട്ടപ്പുകളെയും വ്യവസായങ്ങളെയും വ്യക്തികളെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനങ്ങളെയും IIT NIT പോലുള്ള അക്കാദമിക് സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലൂടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള പുത്തൻ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഒരുക്കുക. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ അത് ഇന്ത്യയിൽ വികസിപ്പിക്കുക എന്ന അർത്ഥത്തിൽ 2014 മുതലേ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടപ്പാക്കി തുടങ്ങിയിരുന്നു എന്ന് അർത്ഥം. കഴിഞ്ഞ 8 വർഷമായിട്ട് മോദി സർക്കാരിന്റെ കീഴിൽ നടന്നു വരികയായിരുന്ന ഐഡക്സ് എന്ന നിശബ്ദ വിപ്ലവത്തിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടത് എന്നുള്ളതാണ്. ഒപ്പം 10 വർഷമായി നടന്നു വരുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യയും പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യയുടെ കൃത്യതയോടെയുള്ള പ്രസിഷൻ മിസൈൽ സ്ട്രൈക്ക് കണ്ട് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഞെട്ടിയത് സത്യത്തിൽ ചൈനയാണ്. കാരണം അവരുടെ വ്യോമ പ്രതിരോധമൊന്നും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന് മുൻപിൽ ഫലിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രതികാരം ഇന്ത്യയുടെ ടെക്നോളജി ഡിക്ലറേഷൻ കൂടിയായി മാറി എന്നുള്ളതാണ്. ഇന്ത്യ ആയുധങ്ങൾ വിദേശത്ത് വാങ്ങുന്ന ഒരു ബയറർ മാത്രമല്ല, ഇന്ന് ആഭ്യന്തരമായിട്ട് എണ്ണം പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുവാനും അസലായിട്ട് ഉപയോഗിക്കാനും അറിയാവുന്ന ആയുധ ഉൽപാദക രാജ്യമായി നരേന്ദ്രമോദിയുടെ 10 വർഷത്തിൽ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ഞെട്ടിപ്പോയത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ളൊരു സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്ന ഇത്തരത്തിൽ ഒരു സംവിധാനം എന്ന് പറയപ്പെടുന്നത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ശത്രുവിന്റെ കരണം പുകയ്ക്കുന്ന രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുന്നു.
അപ്പോൾ ഇത് ഇന്ത്യൻ നീക്കം കണ്ടിട്ട് പലപ്പോഴും ലോകം ഞെട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ വരെ ആയുധ വിപണികളിൽ ആയുധം വാങ്ങി നടന്നിരുന്ന ഒരു രാജ്യം ഇന്ന് സ്വയം അത് നിർമ്മിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് ഒരു രാജ്യം വികസിക്കണമെങ്കിൽ വെറും 1500 കോടി രൂപ ചെലവഴിച്ച് മോദി സർക്കാർ 2011 തുടങ്ങി വെച്ചതാണ് ഈ ഐഡെക്സ് എന്ന് പറയപ്പെടുന്ന പദ്ധതി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഈ ഇന്നോവേഷൻ ഫോർ ഡിഫൻസിന്റെ എക്സലൻസി തെളിയിക്കുക എന്നുള്ള തരത്തിലാണ്, ഡിഫൻസ് എക്സലൻസ് ഉള്ള എന്ന തരത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പ്രതിരോധത്തെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ ആ പ്രതിരോധം കൂട്ടാൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത് മണിക്കൂറുകൾ കൊണ്ടൊരു രാജ്യത്തെ തകർക്കാൻ കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ നീക്കത്തിൽ ലോകം ഞെട്ടും. കാരണം നിമിഷ നേരം കൊണ്ട് തകർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും മറ്റേതൊരു രാജ്യമാണെങ്കിലും ഇന്ത്യയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കേണ്ടവരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. മറ്റതൊരു വലിയേട്ടൻ മനോഭാവം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു, ട്രംപിനുണ്ടായിരുന്നു. പക്ഷെ ആ മനസ്സൊക്കെ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളർച്ചയെ കാണുവാൻ മറ്റ് ശത്രു രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ നാശത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചടുലമായ നീക്കങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിനയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇന്ത്യ അത്തരത്തിൽ യുദ്ധത്തിന് വേണ്ടി കൊതിക്കുന്നവരല്ല, യുദ്ധവെറിയന്മാരല്ല, യുദ്ധക്കൊതിയന്മാരല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാകില്ല. പക്ഷെ നമുക്കെതിരെ ആക്രമണം ഉണ്ടായാൽ മറ്റുള്ള രാജ്യങ്ങളെ തകർക്കാൻ നമുക്ക് നിമിഷ നേരം മതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അത്തരത്തിലുള്ള ചടുലമായ നീക്കം ലോകം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാണുന്നത്. ഇന്ത്യക്ക് ഐഡെക്സ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കി മോദി നവീകരണ വിപ്ലവം നടത്തുമ്പോൾ അത് ഇന്ത്യ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയാം.